ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ എക്കാലത്തും പരീക്ഷണങ്ങൾക്കും യുവതാരങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ടീമാണ് രാജസ്ഥാൻ. എന്നാൽ 2026 സീസൺ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പുതിയ സീസൺ മാത്രമല്ല, മറിച്ച് ടീമിന്റെ അടിത്തറ തന്നെ മാറുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണ്. മലയാളി താരം സഞ്ജു എന്ന നായകന്റെയും ബാറ്റിംഗ് നെടുന്തൂണിന്റെയും അഭാവം ടീമിനെ എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് ഞെട്ടിക്കുന്ന പുതിയ സൈനിങ്ങുകളുമായി റോയൽസ് വാർത്തകളിൽ നിറയുന്നത്. സഞ്ജു സാംസൺ ടീം വിട്ടതോടെ രാജസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പക്വതയുള്ള ഒരു നായകനെ കണ്ടെത്തുക എന്നതാണ്. നിലവിലെ സൂചനകൾ പ്രകാരം രണ്ടുപേരാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. വർഷങ്ങളായി റോയൽസ് വളർത്തിയെടുത്ത താരം, കഴിഞ്ഞ സീസണുകളിൽ ബാറ്റിംഗിൽ മികച്ച ഫോം കണ്ടെത്തിയ പരാഗ്, ടീമിന്റെ സംസ്കാരം കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ്. യുവത്വത്തിന്റെ ആവേശം ആക്രമണപരമായി പരാഗിനെ മുൻനിരയിലെത്തിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരമായിരുന്ന ജഡേജയെ ടീമിൽ എത്തിച്ചത് റോയൽസിന്റെ മാസ്റ്റർ പ്ലാനായി കരുതപ്പെടുന്നു. അനുഭവ സമ്പത്തും സമ്മർദ്ദഘട്ടങ്ങളിൽ കളി നിയന്ത്രിക്കാനുള്ള കഴിവും ജഡേജയെ നായക സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനാക്കുന്നു. ബാറ്റിംഗിൽ റോയൽസ് ഇത്തവണ സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും ആക്രമണപരമായ ശൈലിയാണ്. നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇടംകൈയ്യൻ ഓപ്പണർമാരിൽ ഒരാൾ. ആദ്യ പന്ത് മുതൽ ബൗണ്ടറി നേടാനുള്ള ജയ്സ്വാളിന്റെ കഴിവ് പവർ പ്ലേയിൽ റോയൽസിന് വലിയ മുൻതൂക്കം നൽകും. കൗമാരപ്രായത്തിൽ തന്നെ ബാറ്റിംഗ് സെൻസേഷനായി മാറിയ വൈഭവ് ജയ്സ്വാളിനൊപ്പം ചേരുമ്പോൾ അത് IPLലെ ഏറ്റവും അപകടകാരിയായ ഇടംകൈയ്യൻ ഓപ്പണിംഗ് ജോഡിയായി മാറും. 15 വയസ്സിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ